ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, നിങ്ങൾക്കറിയുമോ ഇബ്ലീസിന്റെ കഥ? പുഴയിൽ കയറുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലണം. അപ്പോൾ ഇബ്ലീസ് ഓന്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറയും: ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമില്ല, താമസിക്കാനും അവസരമില്ല. അങ്ങനെ ഇബ്ലീസും സംഘം അവിടെ നിന്ന് പോകും. ആ വീട്ടിൽ സുഖവും സന്തോഷവും നിറയും. നമ്മൾ രാത്രി ഇറങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ രാത്രി ഇറങ്ങുമ്പോൾ ഇബ്ലീസ് 3 കെട്ടുകളിടും. ചെവിയിൽ പാത്തും നിനക്ക് നല്ല ഉറക്കമുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് നല്ലോണം ഉറക്കും. സുബഹി നിസ്കാരത്തിന്റെ സമയമായി ഉണർന്നാൽ 1-ാമത്തെ കെട്ടും, വുളു ചെയ്താൽ 2-ാമത്തെ കെട്ടും, നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ 3-ാമത്തെ കെട്ട് പൊട്ടിപ്പോകുന്നതാണെന്ന് നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആദർശങ്ങളുടെ ശത്രുവാണ് ഇബ്ലീസ്. വഞ്ചകനും അഹങ്കാരിയുമാണ് അവൻ. ആദം നബിക്ക് സുജൂദ് ചെയ്യാതെ കിബ്റ് നടത്തി സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തായി. പണ്ടൊരിക്കൽ വലിയ ആബിദിന്റെ അടുത്തേക്ക് പോയി. ഉറങ്ങാതെ തിന്നാതെ ഒരേ ഇബാദത്തുകൾ. ഇതെങ്ങനെ സാധിക്കുന്നു? ആബിദ് അത്ഭുതപ്പെട്ട് ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു? ആദ്യം വലിയൊരു തെറ്റ് ചെയ്യുക, പിന്നെ തൗബ ചെയ്തു മടങ്ങുക. ഞാൻ നിങ്ങളെ പോലെ പോകണമെങ്കിൽ എന്ത് തെറ്റ് ചെയ്യണം? ആബിദ് ചോദിച്ചു. ഇബ്ലീസ് പറഞ്ഞു, ആദ്യം വ്യഭിചരിക്കുക, പിന്നെ ഒരാളെ കൊല്ലുക, അല്ലെങ്കിൽ കള്ളു കുടിക്കുക. അല്പം ചിന്തിച്ചയാൾ കള്ളു കുടിക്കാൻ തോന്നി. അങ്ങനെ അയാൾ കള്ളു കുടിച്ച് മസ്തായി കള്ളു വിളക്കിയ പെണ്ണിനെ വിളിച്ചു. പെണ്ണിനെ രക്ഷിക്കാൻ വന്നവരെ കൊന്നു. കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തൂക്കുകയറിൽ കിടത്തുമ്പോൾ ഇബ്ലീസ് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് നല്ല രക്ഷം വേണമെങ്കിൽ എനിക്ക് സുജൂദ് ചെയ്തോ. അങ്ങനെ ഇബ്ലീസ് പറഞ്ഞു. സുജൂദായി കൈവീശി. അങ്ങനെ അയാൾ കാഫിറായി മരിച്ചു. ഇബ്ലീസിന്റെ കണ്ണിൽ നിന്ന് നമ്മളെ അല്ലാഹു തആല കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.